അവൻ പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ മുഖം ധ്യാനിക്കാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സകല വിശുദ്ധരുടെയും റാണിയായ പരിശുദ്ധ അമ്മയ്ക്ക് മറ്റാരെയേക്കാൾ മാധ്യസ്ഥ ശക്തിയുണ്ട്. പിതാവായ ദൈവം സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ, തിന്മയെ തോൽപ്പിക്കാൻ അധികാരം നൽകിയത് പരിശുദ്ധ അമ്മയ്ക്കാണ്. നമ്മെ ഉപദ്രവിക്കുന്ന, ശല്യപ്പെടുത്തുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെയും, അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളെയും, എല്ലാ അസ്വസ്ഥതകളെയും അഭിഷേകത്തോടെ, അധികാരത്തോടെ ആട്ടിയകറ്റാൻ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിലൂടെ നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദാവീദിന്റെ കോട്ടയും വാഗ്ദാനത്തിന്റെ പേടകവുമായ പരിശുദ്ധ കന്യകാമറിയാമേ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടും പാടിയ പുണ്യതായി. സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടും പാടിയ പുണ്യതായി. ആവേ 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 വരിയ, ആവേ 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 വരിയ, ആവേ 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 വരിയ, ആവേ 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 വരിയ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുമുള്ള ഗോവണിയായ പരിശുദ്ധ കന്യകാമറിയാമേ, മക്കളായ ഞങ്ങളെ അമ്മയാകുന്ന ഗോവണിയിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. മറ്റേത് വിശുദ്ധരെക്കാളും മാധ്യസ്ഥ ശക്തിയുള്ള പരിശുദ്ധ കന്യകാമറിയാമേ, മക്കളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വചനത്തിന്റെ അഭിഷേകത്തിനായി ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം. സാത്താന്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോളം ആരു ശക്ത.
സ്വർഗത്തിലേക്ക് വെക്കുന്ന വെടിയുണ്ടിയാണ് ഓരോ നന്മ നിറഞ്ഞ മറിയവും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധയമ്മേ, ജപമാല ആയുധമാക്കി ധരിക്കാനും രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭൂമിയിൽ സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ. ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ. ഭൂമിയിൽ സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ. ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ. ആവി വരിയ ആവി വരിയ കന്യകമേരിയമ്മേ. ആവി വരിയ ആവി വരിയ കന്യകമേരിയമ്മേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടി നടന്നിടണേ. സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടി നടന്നിടണേ. സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവി 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 മരിയ, ആവി 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 മരിയ, ആവി 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 മരിയ, ആവി 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 മരിയ. ആവി മരിയ ആവി മരിയ കന്യകമേരിയമ്മേ. 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ നന്ദി പറയുന്നു. അവിടുത്തെ ദിവ്യസ്നേഹവചസ്സുകൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധയെ അമ്മേ, സിഹിയോനിൽ അമ്മ ശിഷ്യഗണങ്ങളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആഗതനായി ഓരോ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിച്ചു. ഞങ്ങൾക്കായും അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹഹൃദയങ്ങളെ, ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ ഈ സ്നേഹ പ്രാർത്ഥനാ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അമ്മയുടെ നിർമ്മല സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങൾക്കെല്ലാം അനുഭവമാകുവാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചിന്തിക്കാം. ഇന്നേ ദിവസം നമ്മൾ ചിന്തനയുമായി മനസ്സിൽ കുറിക്കുക. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ട്, പ്രത്യേകിച്ച് ചെകിടനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ആ ദൃശ്യം കണ്ടിട്ട്, ആ അനുഭവം അടുത്തറിഞ്ഞ് ശിഷ്യന്മാർ വിസ്മയഭരിതരായി പറയുകയാണ്, ഇവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ഇവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായി അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ശിഷ്യഗണങ്ങൾ ഈശോയുടെ കൂടെ നടക്കുന്നു. ഈശോയുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ക്രമാനുക്രമമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ അവർ കണ്ടറിയുകയാണ്, ഈശോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുന്നു. ഈശോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുന്നു. ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും, എന്താ ഈശോയുടെ എല്ലാ പ്രവൃത്തികളും നന്നായിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലേക്കൊന്ന് മനസ്സുകളെ ഒന്ന് കൊണ്ടുപോയിക്കൊള്ളുക, മനസ്സിലൊന്ന് വ്യാപരിപ്പിക്കുക. പിന്നിലേക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് ഈശോയെ വളർത്തിയതാരാ എന്ന് പറഞ്ഞാൽ എല്ലാം നന്നായി ചെയ്യണം, എല്ലാം നന്നായി ചെയ്ത് മുന്നേറണം എന്ന് കുഞ്ഞുനാൾ മുതലേ ഈശോയെ പഠിപ്പിച്ച
ജീവിതങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കും അങ്ങനെ ചെല്ലുമ്പോൾ. അപ്പോൾ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മൾ ധ്യാനിച്ചാൽ കൊള്ളാം, തീർച്ചയായും ഒന്ന് ധ്യാനിക്കുക. എന്ത്? ഒരു വ്യക്തി വളരേണ്ടത് പ്രായത്തിൽ മാത്രമല്ല, ഒപ്പം ജ്ഞാനത്തിലും വളരണം. എങ്ങനെ? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. അങ്ങനെയാണ് ഒരു വ്യക്തി വളരേണ്ടത്. അപ്പോൾ അങ്ങനെ ഈശോയെ വളർത്തിയത് ആര്? കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും വളർത്തി ഈശോയെ. അങ്ങനെ ഈ അമ്മയും ഈ അപ്പനും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ നിറഞ്ഞ അമ്മയും നീതിമാനായ അപ്പനും കൂടി ഈശോ വളർത്തിയപ്പോൾ നമ്മൾ എന്താ കണ്ടറിയുന്നത്? അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ മറ്റുള്ളവരുമായുള്ള സംസർഗങ്ങൾ, നമ്മുടെ ബന്ധങ്ങളൊക്കെ എല്ലാം നന്നായി വരുവാൻ നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധ അമ്മയിൽ, വിശുദ്ധ യൗസേപ്പ് പിതാവിൽ അഭയം പ്രാപിച്ചാൽ അത് ഏറ്റവും നന്മ നിറഞ്ഞ വഴിയിലൂടെ നയിക്കും അവർ. തീർച്ചയായും ഇവിടെ ഈ പരിശുദ്ധ അമ്മ പ്രത്യേകമായി നിലകൊള്ളുന്നു. എന്താ? ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പാലൂട്ടി വളർത്തുകയാണ്. ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുമ്പോൾ ആ കുഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ജ്ഞാനത്തിൽ വളർന്ന അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നു. തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും അനീതി അനീതിയെന്നും അക്രമം അക്രമമെന്നും തിരിച്ചറിഞ്ഞ് അവൻ വളരുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ധീരതയോടെ എന്നാൽ എളിമയോടെ അവൻ മുന്നേറി. അപ്പോൾ ഈശോ ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവികമായി മാറുവാൻ കാരണമായ ഒരുവളുണ്ട്, അത് പരിശുദ്ധ അമ്മയാണ്. അമ്മയെ മുറുകെ പിടിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, പരിശുദ്ധ മാതാവിനെ മുറുകെ പിടിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവികമായി എല്ലാ കാര്യങ്ങളും നന്മയിൽ ചെയ്യുന്നവരായി മാറും അവർ. നമുക്കൊന്ന് ധ്യാനിച്ച് നോക്കാമല്ലോ, ഒന്ന് ചിന്തിക്കാമല്ലോ. അമ്മ വളർത്തിയ രണ്ട് മക്കൾ വെറുതെ ഒന്ന് ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും. ഒരു മോനെ 30 വർഷം വളർത്തി. ആരാ അത്? അത് ഈശോയാ. ഈശോയെ 30 വർഷം അമ്മ വളർത്തുകയാണ്. വിശുദ്ധ ആൻസലമിനോട് ഈശോ വെളിപ്പെടുത്തിയ ഒരു കാര്യം ഇങ്ങനെ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. അതിപ്രകാരമാണ്. വിശുദ്ധ ആൻസലമിനോട് ഈശോ വെളിപ്പെടുത്തി, ആൻസലം കുഞ്ഞെ, 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി 30 വർഷം എൻ്റെ അമ്മയ്ക്ക് വിധേയനായി ഞാൻ ജീവിച്ചു എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ പരസ്യ ജീവിതം. അതിനുവേണ്ടി ഈ അമ്മയുടെ മടിയിൽ അമ്മയോടൊപ്പം ഈ ഈശോ സഹവസിച്ചു 30 വർഷം. അവിടെ എന്താ കണ്ടറിയുന്നത്? ഒരു കുഞ്ഞ് എങ്ങനെ ദൈവോന്മുഖമായി വളർന്ന് പക്വതയിലും പാകതയിലും എളിമയിലും അനുസരണത്തിലും പ്രാർത്ഥനയിലും വിനയത്തിലും വിശുദ്ധിയിലും വിവേകത്തിലും വിശ്വസ്തതയിലും എങ്ങനെ വളർത്തണം, ഈ കുഞ്ഞിനെ വളർത്തണമെന്ന് അമ്മ നന്നായി അറിഞ്ഞ് വളർത്തി. അതുകൊണ്ട് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നന്നായി വന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അമ്മ അതുപോലെ ദൈവഹിതത്തിൽ വളർത്തിയത്. അമ്മയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. അത് ഈ കുഞ്ഞിലും നിറവേറണം. ഈ കുഞ്ഞ് ലോകത്തിന് രക്ഷയായി മാറണം. പാപത്തിൻ്റെ പിടിയിലമർന്ന മാനവകുലത്തിന് ഈ കുഞ്ഞ് രക്ഷയായി മാറണമെങ്കിൽ അമ്മ തിരിച്ചറിഞ്ഞു, ദൈവഹിതം നിറവേറ്റുക, മറ്റൊന്നിലേക്കുമല്ല നോക്കേണ്ടത്, ദൈവത്തിലേക്ക് നോക്കുക. അങ്ങനെ ദൈവത്തിലേക്ക് നോക്കി ഈ കുഞ്ഞിനെ വളർത്തി. അങ്ങനെ ആ മോൻ വളരുകയാണ്, എല്ലാവർക്കും പ്രിയങ്കരനായി. അവൻ വളർന്നു മുന്നേറിയപ്പോൾ അനീതി എവിടെ കണ്ടോ അവിടെ അവൻ ശക്തമായി പ്രതികരിച്ചു. എവിടെ എളിമപ്പെടണം, എവിടെ നിസ്സാരനായി മാറണം, എവിടെ ചെറുതാകണം, അവിടെയൊക്കെ അവൻ ചെറുതായി മാറി. നിന്ദനങ്ങളേറ്റു, പീഡനങ്ങളേറ്റു. പക്ഷേ ഈശോ അവിടെയൊന്നും പതറിയില്ല. കാരണം പഠിപ്പിച്ച് വളർത്തിയത് അമ്മയാണ്. അമ്മ പഠിപ്പിച്ച് വളർത്തി. ഒപ്പം യൗസേപ്പ് പിതാവും കൂടെ നിന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മ പഠിപ്പിച്ച 2 മക്കൾ. ഒന്ന് ഈശോ 30 വർഷം പഠിപ്പിച്ചു ഈശോയെ. ഇനി വേറൊരു മോനെ കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇളയമ്മയുടെ മോന സ്നാപകൻ.
ആ സ്നാപകനോടൊപ്പം അമ്മ ഒരു 3 മാസമൊക്കെയാണ് വസിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇളയമ്മയുടെ ഉദരത്തിൽ കിടത്തിക്കൊണ്ട് അമ്മയുടെ സഹവാസം, മറിയത്തിൻ്റെ സഹവാസം, ഈ എലിസബത്തിനെ പരിചരിക്കുന്നത് വഴി ഉള്ളിൽ കിടന്ന ആ ശിശു പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം പോലും എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞിനു പോലും ഇതാ വലിയ ഒരു പരിശുദ്ധാത്മ ജ്വലനം പ്രദാനം ചെയ്തു. എന്നിട്ട് ഈ അമ്മ വളർത്തിയ അമ്മയുടെ പരിചരണം നേടിയപ്പോൾ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ സ്നാപകൻ, ഒന്ന് ആലോചിച്ച് നോക്കി, സ്നാപകൻ, ഈ ഈശോ 30 വർഷത്തെ പഠനം അമ്മയുടെ കൂടെ, ഈ സ്നാപകൻ 3 മാസത്തെ സഹവാസം, ഇളയമ്മയുടെ ആ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് ഈ മറിയത്തിൻ്റെ സഹവാസം 3 മാസം. അപ്പം 30 വർഷവും 3 മാസവും കൈപ്പറ്റിയ അല്ലെങ്കിൽ ഉൾക്കൊണ്ട അല്ലെങ്കിൽ അറിഞ്ഞ് അനുഭവിച്ച 2 മക്കൾ, ഈശോയും സ്നാപയോഹന്നാനും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അമ്മയുടെ സഹവാസം ഈ മക്കളിൽ എന്താ പ്രതികരണമുണ്ടാക്കിയത്? ഈ 2 മക്കളും ആദ്യമായി വന്ന് പ്രഘോഷിച്ചത് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന പറഞ്ഞത്. ഈശോ പറഞ്ഞതും ആദ്യമായി പ്രഘോഷിച്ചത് അതാണ്, സ്നാപകൻ പ്രഘോഷിച്ചതും അതാണ്. എന്ന് പറഞ്ഞാൽ ഈ അമ്മ പഠിപ്പിച്ച് വളർത്തിയാൽ അവർക്ക് ലക്ഷ്യം ഒന്നേയുള്ളൂ, സ്വർഗരാജ്യം. യേശുവിനും അതായിരുന്നു ലക്ഷ്യം, സ്നാപകനും അതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അമ്മയെ സ്നേഹിച്ച് വളർന്നാൽ, അമ്മയോട് ചേർന്ന് വളർന്നാൽ, അമ്മയെ മുറുകെ പിടിച്ച് വളർന്നാൽ, നമ്മൾ ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുവാൻ അമ്മയുടെ നിത്യസഹായം ഇടയാക്കും. അതുകൊണ്ട് ദൈവം ആ അമ്മയോട് കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹമാക്കും. ദൈവം കയ്യൊപ്പ് തന്ന് അനുഗ്രഹിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാകുകയുള്ളൂ, ദൈവരാജ്യം, ദൈവത്തിൻ്റെ രാജ്യം, മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം. അങ്ങനെ അമ്മയാൽ വളർത്തപ്പെടുന്ന നല്ല മക്കളായി മാറി എല്ലാം നന്നായി ചെയ്യുവാൻ, നന്നായി പ്രവർത്തിക്കുവാൻ, നന്നായി പറയുവാൻ, നന്നായി സാക്ഷ്യം നൽകുവാൻ നമുക്കിടയാകും. ഏത് പ്രതികൂലത വന്നാലും അവിടെ നന്മ നിറഞ്ഞ സാന്നിധ്യമായി മാറുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവം അഭിഷേകം ചെയ്യട്ടെ. അങ്ങനെ മുന്നേറുവാൻ നമുക്കിടയാകണമെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ ആഴപ്പെടുക, അമ്മയോട് ചേരുക. അമ്മയോട് ചേരുമ്പോൾ അതുവഴി ക്രിസ്തുവിലേക്കുള്ള വലിയ വാതായനം തുറക്കുകയാണ്. അമ്മയോട് ചേരുമ്പോൾ അമ്മ നയിക്കും യേശുവിലേക്ക്. യേശുവാണല്ലോ നന്മയുടെ നിറകുടം. ആ നന്മ നിറഞ്ഞ ഈശോയെ, ദൈവത്തെ തന്നെ, വചനത്തെ ഉദരത്തിൽ ഏറ്റുവാങ്ങിയ അമ്മ, ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ അമ്മ നന്മ നിറഞ്ഞവളായി മാറി. അങ്ങനെയെങ്കിൽ ഈ നന്മ നിറഞ്ഞ അമ്മയുടെ മക്കളായി മാറുമ്പോൾ നന്മ നിറഞ്ഞവനായ ദൈവകൃപയുടെ നിറവിലേക്ക് നമുക്ക് മുന്നേറുവാൻ സാധിക്കും. എല്ലാം നിറവും പേറുന്ന ഈശോയിൽ അഭയം പ്രാപിക്കുവാനും വിലയം പ്രാപിക്കുവാനും, ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം തേടുവാനും, അതുവഴി വീടിനും നാടിനും തിരുസഭയ്ക്കും അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം നൽകുവാനും, എല്ലാം നന്നായി ചെയ്യുവാനും, നന്മ നിറഞ്ഞ സാക്ഷ്യങ്ങളായി കർത്താവിൽ ഉജ്ജ്വലിക്കുവാനും നമുക്കിടയാകും. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ തൃത്വമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയാണല്ലോ അമ്മ, രക്ഷകനായ യേശുവായ ദൈവത്തിൻ്റെ അമ്മയാണല്ലോ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണല്ലോ അമ്മ. അങ്ങനെ ഈ പരിശുദ്ധ തൃത്വം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തൻ്റെ ഹിതമനുസരിച്ച് നയിക്കുവാൻ അമ്മയെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അമ്മയോട് ചേർന്ന് മുന്നേറുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അമ്മ നമ്മളെ സഹായിക്കട്ടെ. ആവേ മരിയ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ജപ്പാനിലെ ഹൊൻഷു ദ്വീപിലെ ഒരു പട്ടണമാണ് അക്കീത. ഹാൻഡ് മെയ്ഡ് ഓഫ് യൂക്രിസ്റ്റ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ ആഗ്നസിന് ഒരിക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പ്രിയപ്പെട്ട മകളെ, എൻ്റെ പുത്രനെ
ധാരാളം പേർ വേദനിപ്പിക്കുകയാണ്. അവനെ ആശ്വസിപ്പിക്കാൻ പറ്റിയവരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. പ്രാർത്ഥന, പരിത്യാഗം, സത്യസന്ധമായ ദാരിദ്ര്യം, ത്യാഗപൂർണമായ പുണ്യപ്രവർത്തികൾ, ഇവകളിലൂടെ അവനെ ആശ്വസിപ്പിക്കാൻ കഴിയും. ഇത്തരം ആത്മാക്കളെ തേടി ഇറങ്ങിയതിന് ആണ് ഞാൻ. നിനക്ക് അതിന് കഴിയുമോ? സിസ്റ്റർ ആഗ്നസ് സന്തോഷത്തോടെ അതിന് ഉത്തരമരുളി. ഞാൻ അമ്മയുടെ ചാരയുണ്ട്, ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം നമുക്കും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. ധാരാളം ആത്മാക്കളെ നേടിയെടുക്കാൻ അമ്മയോട് ചേർന്ന് വിളഞ്ഞ വയലുകളിൽ നമുക്ക് അധ്വാനിക്കാം. ഈശോയുടെ പ്രതീക്ഷയനുസരിച്ച്, സ്വർഗത്തിൻ്റെ സ്വപ്നമനുസരിച്ച് ഭൂമിയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കൂട്ടിവെക്കാൻ ഈ ഗാനത്തിലൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മേ, വിശുദ്ധ കുർബാനയുടെ സൂക്ഷിപ്പുകാരിയായ അവിടുന്ന് എല്ലാ വൈദികരെയും വിമല ഹൃദയത്തിൽ കാത്തുകൊള്ളണമേ. വിശുദ്ധ കുർബാനയ്ക്കെതിരായി ലോകമെമ്പാടും നടക്കുന്ന എല്ലാ അതിക്രമങ്ങളിൽ നിന്നും അമ്മയെ കാരുണ്യം തൂകാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജയിച്ച പരിശുദ്ധയമ്മേ, പാപങ്ങളിൽ നിന്ന് അകന്ന് പുണ്യത്തിൽ ജീവിക്കാൻ അമ്മ ഞങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിക്കുകയും പാപത്തെ വെടിഞ്ഞ് ലോകത്തോടുള്ള മൈത്രി ഉപേക്ഷിച്ച് ഈശോയോട് നിരന്തരമായ ബന്ധം സ്ഥാപിച്ച്
പ്രാർത്ഥനയിൽ ജീവിക്കാൻ വളരാൻ അമ്മയെ സഹായിക്കണമേ. അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ചൂടും ഊഷ്മളതയും അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എന്നെ നിർമ്മലയായി കാത്തുകൊള്ളണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എന്നെ നിർമ്മലയായി കാത്തുകൊള്ളണമേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എന്നെ നിർമ്മലയായി കാത്തുകൊള്ളണമേ.